ബഹുമാന്യരെ, പ്രിയപ്പെട്ടവർ, മൈത്രി ബുക്സ് പ്രസിദ്ധീകരിച്ച പർദ്ദയിട്ട പെൺകുട്ടിയെ ചുംബിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന കഥാസമാഹാരത്തിൻ്റെ പ്രകാശന ചടങ്ങുകൾ സമാരംഭിക്കുകയാണ്. ഇതിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി രഹ്ന മോളിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമസ്കാരം. ഡോക്ടർ എം എ സിദ്ദീഖിൻ്റെ പർദ്ദയിട്ടവളെ ചുംബിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന ചെറുകഥാ സമാഹാര പുസ്തക പ്രകാശനത്തിൽ ഏവർക്കും സ്വാഗതം. ഷിജുവിനെയാണ് ആദ്യം സ്വാഗതം ചെയ്യേണ്ടത്. ഷിജുവിനെ കുറിച്ച് പറയുമ്പോൾ, ഷിജു ഞാനുമായിട്ട് കണക്ട് ചെയ്ത് എനിക്ക് തോന്നുന്നത് മാലേഗാവിലെ കൂട്ടുകാരൻ എന്ന കവിത ഷിജു ആദ്യമായി ആലപിക്കുന്നത് കേട്ട ഓർമ്മയാണ് എനിക്ക് ഷിജുവുമായി കണക്ട് ചെയ്ത് ഉള്ളത്. അപ്പോൾ ഇന്നത്തെ സദസ്സിന് അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ഷിജു, പ്രിയ കൂടപ്പിറപ്പും കൂട്ടുകാരനുമായ ഷിജുവിൻ്റെ ജനകീയ വിദ്യാഭ്യാസം, ഒരു വിദ്യാർത്ഥി ഇടപെടൽ, നവ ഉദാരീകരണം, മലയാള ഫിക്ഷനിൽ, ഈ രണ്ട് പുസ്തകങ്ങളാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച പുസ്തകങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ പ്രിയ ഷിജുവിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട കഥാകൃത്തും നോവലിസ്റ്റുമായ ഷിനിലാലിനാണ്. ഷിനിലാലിനെ പൊതുവെ നമ്മൾ സാറെന്നൊക്കെ പറഞ്ഞായിരിക്കും അഭിസംബോധന ചെയ്യുന്നത്. പക്ഷേ എനിക്ക് അങ്ങനെ പറയാനായിട്ട് തോന്നുന്നില്ല. കാരണം ഞങ്ങളുടെ വീട്ടിൽ വളരെ ചിരപരിചിതനായ ഒരു വ്യക്തിയാണ് ഷിനിലാൽ എന്ന് പറയുന്നത്. ഷിനിലാലിൻ്റെ പുസ്തകം ഇറങ്ങി, ഷിനിലാലിൻ്റെ നോവൽ ഇറങ്ങി, ഷിനിലാലിൻ്റെ പുതിയ കഥ നമുക്ക് വായിക്കണം, നീ അത് വായിക്കൂ എന്നൊക്കെ പറയുന്ന ഷിനിലാൽ അത്രയധികം ചിരപരിചിതനായ നോവലിസ്റ്റാണ് ഞങ്ങൾക്ക്. അതിനേക്കാളുപരി ഞങ്ങളെപ്പോലുള്ള അന്യ ജില്ലകളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് തീവണ്ടി എന്ന് പറയുന്നത് ഒരു വികാരവും ഒരു ഓളവും, തീവണ്ടി എന്ന് പറയുന്ന ഒരു കുടുംബവും ഒക്കെയാണ്. അങ്ങനെയാകുമ്പോൾ ഷിനിലാൽ എന്ന് പറയുന്ന തീവണ്ടിയുടെ പശ്ചാത്തലത്തിൽ നോവലുകൾ എഴുതുന്ന ഷിനിലാൽ എന്ന് പറയുന്നത് നമ്മുടെ കുടുംബാംഗവും നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന നോവലിസ്റ്റുമാണ്. ഷിനിലാലിനെ നമുക്ക് എല്ലാവരുമായിട്ട് കണക്ട് ചെയ്യുമ്പം ഓർമ്മകളാണല്ലോ ആദ്യം വരുന്നത്. അപ്പോൾ ഷിനിലാലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഓർമ്മ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനത്തിന് പങ്കെടുത്ത ഓർമ്മയാണ്. ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. അത് വായിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്തപ്പോൾ ഉണ്ടായ അനുഭവം എന്ന് പറയുന്നത്, അവിടെ ഓരോ മനുഷ്യരും ഞങ്ങളും ഒരു ഗുരു സാന്നിധ്യത്തിൽ എത്തിയ ഒരു ഓർമ്മ. അപ്പം അത്രയധികം പ്രിയമുള്ള, അത്രയധികം ഇഷ്ടമുള്ള, അത്രയധികം ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ഷിനിലാലിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഞാൻ സ്വാഗതം ആശംസിക്കേണ്ടത് സതീഷ് കിടാരക്കുഴി സാറാണ്. സതീഷ് കിടാരക്കുഴി സാറും ഞങ്ങൾക്കേറെ പ്രിയങ്കരനാണ്, ഞങ്ങൾക്ക് പ്രിയപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് കുഞ്ഞു കഥകൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഓർമ്മകൾ പങ്കിടുന്നുണ്ട്. അദ്ദേഹത്തിന് ഒരു ചെറിയൊരു കഥ പറയുന്നത് ഞാൻ ഇന്ന് രാവിലെ വായിച്ചതാണ്. പെട്ടെന്ന് നമ്മൾ പറയല്ലോ, സ്വാഗതം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു നിമിഷമാണല്ലോ നമുക്കൊരു ആളിനുണ്ടാകുന്നത്. അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു വായിച്ചൊരു കഥ, ഒരു കുഞ്ഞു കഥ പറയാം, മറുപടി എന്ന് പറയുന്ന കഥ. അപ്പോൾ ആ കഥയിൽ അദ്ദേഹം പറയുന്നത്, വർഷങ്ങൾക്ക് ശേഷം ക്ഷമ ചോദിച്ചുകൊണ്ട് സഹോദരങ്ങളോടും കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊക്കെ ക്ഷമ ചോദിച്ചുകൊണ്ട് നാട് വിട്ടു പോകുന്ന ഒരു വ്യക്തിയുടെ ജീവിതം പറയുന്നുണ്ട്. അദ്ദേഹം തിരിച്ചു വരുന്നത് കാഷായ വസ്ത്രവുമായിട്ടാണ്. അപ്പോൾ ആ കാഷായ വസ്ത്രം എന്ന് പറയുന്നത് ഇന്നിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. അത് എന്താണ് എന്നുള്ള ഒരു യാഥാർത്ഥ്യം. അത്രയ്ക്ക് നല്ല കുഞ്ഞു കുഞ്ഞു കഥകളിലൂടെ വലിയ ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന കഥാകാരനും, അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്ര രചനകൾ വളരെ ഒരു പ്രത്യേക പാറ്റേണിൽ സഞ്ചരിക്കുന്ന രചനകൾ, അയ്യ വൈകുണ്ഠസ്വാമി, അതുമാതിരി അദ്ദേഹം നമ്മൾ സാധാരണ എല്ലാവരും എഴുതുന്നത് പോലെ ഒരു പ്രത്യേക പാറ്റേണിൽ ജീവചരിത്ര കഥകൾ എഴുതുന്ന പ്രിയപ്പെട്ട സതീഷ് കിടാരക്കുഴിക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. അടുത്തതായി ഞാൻ സ്വാഗതം ആശംസിക്കേണ്ടത് അക്ഷരത്തെയും അച്ചടിയും തമ്മിലുള്ള ദൈർഘ്യത്തെ കുറയ്ക്കുവാൻ വേണ്ടി പ്രിയപ്പെട്ട കഥാകാരനോട് നിരന്തരം പുസ്തകം ഇറക്കുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ലാൽസലാമേട്ടനാണ്. ലാൽസലാമേട്ടനും ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം അർപ്പിക്കുന്നു. പിന്നെ സ്വാഗതം അർപ്പിക്കേണ്ടത് അദ്ദേഹത്തിന് പിന്തുണ നൽകുന്ന, അദ്ദേഹത്തിന് എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും നൽകുന്ന, കരുതലും സ്നേഹവും നൽകുന്ന അദ്ദേഹത്തിൻ്റെ ഒരുപാട് സഹപ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ സഹപ്രവർത്തകരെല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എത്തിയിട്ടുണ്ട്.
അദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങളെന്നല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവധി ദിനമായിട്ടും അവർ ആ അവധി ദിനത്തെ പൂർണ്ണമായിട്ട് ഇതിനു വേണ്ടി കൂടി മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു ശതമാനവും അവരുമായിട്ട് ചിലവിടുന്ന കുഞ്ഞുങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ സ്വാഗതം അർപ്പിക്കുന്നു. ഞങ്ങളുടെ മാതാപിതാക്കൾ എത്തുമെന്ന് പറഞ്ഞിരുന്നു, അവരെത്തിയിട്ടുണ്ട്. സഹോദരങ്ങൾ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതരെത്തിയിട്ടുണ്ട്. അഭിതേകാംക്ഷികൾ എത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ മക്കളുണ്ട്. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നു, സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് ഞാൻ വിട്ടുപോകാതെ സ്വാഗതം പറയേണ്ട ഒരാൾ കൂടിയുണ്ട്. ഒരാളായിരിക്കില്ല, അനവധി പേരുണ്ടാവും. അതായത് ഈ സദസ്സിൽ പങ്കെടുക്കാത്ത അദ്ദേഹത്തിൻ്റെ ഗുരുനാഥന്മാരുണ്ടാവും. അവർക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ജീവനും വായുവും ജലവും ഒക്കെയായി അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ സപ്പോർട്ട് നൽകുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ നിശബ്ദരായിട്ട് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അവരെയും സുഹൃത്തുക്കളെയും ഞാനിവിടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും അവസാനമായിട്ട് കഥാകാരനെ എഴുത്തുകാരനെ പറ്റി പറയാം. അദ്ദേഹത്തിൻ്റെ കഥകൾ നോവലുകളെല്ലാം അപൂർണമായിട്ട് ഞാൻ വായിക്കാറുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പരാതി. മിക്കവാറും അങ്ങനെയൊക്കെയാണ്, വല്ലപ്പോഴും ഒക്കെ പൂർണ്ണമായിട്ട് വായിക്കാറുള്ളൂ. അപ്പോൾ നിങ്ങൾ വിമർശിക്കുക, സ്നേഹിക്കുക, വിമർശിച്ചും സ്നേഹിച്ചും തള്ളിയും താങ്ങിയും എഴുത്തുകാരനിലെ ഊർജത്തെ നിങ്ങൾ നിറച്ചു കൊടുക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഈ വേദിയിലോട്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്തത് പുസ്തക പ്രകാശനമാണ്. പർദ്ദയിട്ടവളെ ചുംബിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന തലക്കെട്ടുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെടാൻ പോകുന്ന, കഥകൾ കൊണ്ട് വളരെ ശക്തമായ ഭാഷയുടെ പ്രയോഗം കൊണ്ട്, പ്രമേയം കൊണ്ട് ഏറെ ശ്രദ്ധേയമാകുന്ന ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം നിർവഹിക്കാൻ കേരളത്തിലെ പ്രതിഭാശാലിയായ എഴുത്തുകാരൻ, തിരുവനന്തപുരത്തുകാരുടെ അഭിമാനമായ ശ്രീ ഷിനിലാലിനെയും ഏറ്റുവാങ്ങാൻ ഞങ്ങളുടെ ഏവരുടെയും പ്രിയങ്കരനായ സുഹൃത്തും കവിയുമായ ശ്രീ സതീഷ് കിടാരക്കുഴിയെയും ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പ്രതിഭാശാലിയായ എഴുത്തുകാരനായ, ഭാവിയിലേക്ക് ഞാൻ പ്രതീക്ഷയോടെ കാണുന്ന രാഷ്ട്രീയ നേതാവ്, അതിലുപരി സഹോദരൻ ഷിജു ഖാൻ, ഏറ്റവും പ്രിയപ്പെട്ട സിദ്ദിഖ് മാഷ്, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ രഹന വിട്ടുപോയ ഒരു കാര്യം സൂചിപ്പിക്കാം. സ്വാഗത പ്രസംഗം പറഞ്ഞപ്പോൾ രഹന വിട്ടുപോയത് രഹനയെ തന്നെയാണ്. ഞാൻ സ്നേഹപൂർവ്വം രഹനയെ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ എം.എ. സിദ്ദിഖിനെ എൻ്റെ മനസ്സിൽ 2-3 ചിത്രങ്ങളായിട്ടാണ് ഞാൻ സങ്കല്പിച്ച് വെച്ചിട്ടുള്ളത്. ചില സമയത്ത് പ്രസംഗിച്ച് നിൽക്കുമ്പോൾ സ്വയം മതിമറന്ന് ഒരു ചിത്രമായി മാറുന്ന ഒരു മനുഷ്യനായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ആ 2 സെൻറ്റൻസുകൾക്കിടയിൽ അദ്ദേഹം സൃഷ്ടിക്കുന്ന ഒരു മൗനമുണ്ട്. ആ മൗനത്തിൽ ഇങ്ങനെ കൈ ഉയർത്തി നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് എനിക്ക് എൻ്റെ സങ്കല്പത്തിലുള്ള ഒരു പ്രവാചകനെ പോലെ, ഒരു മുനിയെ പോലെ, അല്ലെങ്കിൽ വേറൊരു ലോകത്ത്, അവരെ ലോകത്ത് നിൽക്കുന്ന മനുഷ്യനായി ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ആ സംഭാഷണങ്ങളിൽ, അതിൻ്റെ ലാളിത്യങ്ങളിൽ. പിന്നെ ഒരിക്കൽ കണ്ടത് ശിവഗിരിയിൽ നിസ്കരിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ്. ഇങ്ങനെ 2 ചിത്രങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട്. ഒന്ന്, എൻ്റെ ആദ്യത്തെ ചിത്രം കൈ ഉയർത്തി നിൽക്കുന്ന ആ മനുഷ്യൻ, കണ്ണ് മുകളിലേക്ക് ഉയർത്തി നിൽക്കുന്ന, പുറകിൽ പർവ്വതങ്ങളുടെ പിന്നണി ഉള്ള ആ ചിത്രത്തിൽ അയാൾ നിൽക്കുന്നത് എൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യാൻ വന്നപ്പോഴാണ്. അതുകൊണ്ട് തന്നെ അതെൻ്റെ ജീവിതത്തിൽ എന്നേക്കും പതിഞ്ഞു കിടക്കുന്ന ഒരു ചിത്രമാണ്. ഞാൻ പിന്നെ ഓർക്കുന്നത് ശ്രീനാരായണ ഗുരുവിനെ ഇത്ര ആഴത്തിൽ മനസ്സിലാക്കിയ, ആ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനത്തെയും ആ സാഹിത്യത്തെയും
ജീവിതത്തെയും ഒക്കെ ഇത്രയും ആഴത്തിലറിഞ്ഞ എൻ്റെ തലമുറയിലെ ഏറ്റവും വലിയ മനുഷ്യൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ സിദ്ദിഖ് മാഷിനെ കാണുന്നത്. കുമാരു എന്ന നോവൽ ഞാനങ്ങനെ ആവേശപൂർവ്വം വായിച്ചതാണ്. ഇന്നലെ മൈത്രി ബുക്സ് തന്നെയാണ് പബ്ലിഷ് ചെയ്തത്. ഇന്നലെ പറഞ്ഞാൽ അതിൻ്റെ പ്രകാശനം ഇവിടെ തന്നെ നടന്നിട്ടുണ്ട്. അതൊരു പക്ഷേ കുമാരനാശാനിലേക്കുള്ള നമ്മുടെ ഒരു വഴി തുറന്നു തരുന്ന പുസ്തകമാണ്. ഇനി ഈ പുസ്തകം പർദ്ദയിടുന്നവളെ ചുംബിക്കുവാനുള്ള ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ കഥ മലയാളം വാരികയിൽ വന്നപ്പോൾ തന്നെ വായിച്ചതാണ്. അത് സ്വാഭാവികമായിട്ടും ആ പേര് ഇന്ന് കേരള സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഇയാൾക്ക് ഇതിനുള്ള ധൈര്യം അല്ലെങ്കിൽ ഒരു ഞെട്ടൽ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം കടന്നു വരും. ഉണ്ണിയാറിൻ്റെ വാങ്ക് എന്ന കഥയ്ക്ക് മലയാളി കൊടുത്ത പ്രതികരണം നമുക്കറിയാം. അതുപോലെ ഒരുപാട് കഥകൾക്ക് തീവ്രമായി അല്ലെങ്കിൽ തീവ്രവാദപരമായി പ്രതികരിച്ച സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ കഥ അങ്ങനെ ഒരു സമീപനത്തിലേക്ക് പോകാത്ത കാര്യം സിദ്ദിഖിനെ അറിയാവുന്നവരാണ് മലയാളി സമൂഹം എന്നുള്ളത് കൊണ്ടുകൂടിയാവണം. അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു മനുഷ്യൻ ഇങ്ങനൊരു വിഷയത്തെ ഒരു പേരിനെ മുന്നിലേക്ക് എടുത്ത് വയ്ക്കുമ്പോൾ അയാൾക്ക് ഈ കാലം കൊണ്ട് ബോധ്യപ്പെട്ട നമ്മുടെ സമൂഹത്തിലേക്ക് നുഴഞ്ഞ് കയറി വരുന്ന, നമുക്ക് കഴിഞ്ഞ ഒരു 1-2 ദശകങ്ങൾക്ക് മുമ്പ് വരെ അദൃശ്യമായിരുന്ന, നമുക്ക് അറിവില്ലാതിരുന്ന അല്ലെങ്കിൽ നമ്മൾ മാറ്റി നിർത്തിയിരുന്ന ചില ആശയങ്ങൾ നമ്മളെ തീവ്രമായി പിടിച്ചു വയ്ക്കുന്നുണ്ട്, നമ്മുടെ സമൂഹത്തിലേക്ക് നുഴഞ്ഞു കയറുന്നുണ്ട്. അത്തരം ഒരു നുഴഞ്ഞു കയറ്റത്തെ പ്രതിരോധിക്കുക, അത് സാഹിത്യം കൊണ്ടും ലേഖനം കൊണ്ടും പ്രഭാഷണം കൊണ്ടും സ്വജീവിതം കൊണ്ടും അതിൻ്റെ മാതൃകകൾ കൊണ്ടും, ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കുമ്പോൾ തന്നെ, ഇടതുപക്ഷ സഹചാരിയായിരിക്കുമ്പോൾ തന്നെ ഒരു വിശ്വാസിയായി കൂടെ ഇരിക്കുന്ന സിദ്ദിഖിന് ഇതിനെല്ലാം യോജിപ്പിച്ച് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരു തന്നെ പറയുന്ന പോലെ എല്ലാത്തിനെയും അപരത്വമില്ലാതെ ചേർത്ത് പിടിക്കാനുള്ള ശേഷി ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഈ സമാഹാരം, ഈ ചെറുകഥാ സമാഹാരം കൂടുതൽ വായിക്കപ്പെടട്ടെ, കൂടുതൽ ചർച്ച ചെയ്യപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ പുസ്തകം സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. പുസ്തകം ഏറ്റുവാങ്ങിയ ശ്രീ സതീഷ് കുടാരക്കുഴി നമ്മളോട് സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യനെ പ്രിയപ്പെട്ടവർ, ശ്രീലാൽ പറഞ്ഞതുപോലെ സമകാലിക മലയാളത്തിൽ അതിൻ്റെ പുറം കവറിൽ വലിയ പ്രസിദ്ധമായ ആകർഷകമായ വിധത്തിൽ പർദ്ദയിട്ടവളെ ചുംബിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന കഥയെ പരാമർശിച്ചുകൊണ്ട് ഈ കഥ അന്ന് പ്രസിദ്ധീകരിച്ചപ്പോൾ ചില ആളുകൾ നെറ്റിചുളിക്കുകയും മറ്റു ചില മനുഷ്യർ ഞെട്ടുകയും ചില ആളുകൾ അപശകനം പോലെ ആട്ടുകയും ചെയ്ത ചില സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ളവനാണ് ഞാൻ. അത് ചർച്ച ചെയ്യപ്പെട്ടു എങ്കിലും വിചാരിച്ച ഒരു അർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് സംശയമാണ്. ഒരുപക്ഷെ ഇത് പുസ്തക രൂപത്തിൽ വരുമ്പോൾ കൂടുതൽ ആളുകൾ വായിക്കുകയും അത് അറിയുകയും ചെയ്യും, ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കൊക്കെ ധൈര്യമില്ലാത്ത, എന്നെപ്പോലുള്ള പല എഴുത്തുകാരും മറച്ചു വച്ചോ ഒളിച്ചു വച്ചോ പകരം വച്ചോ ഒക്കെ ആവിഷ്കരിക്കുന്ന പല കാര്യങ്ങളും നിർഭയത്വത്തോടെ അവതരിപ്പിക്കാനുള്ള തൻ്റെ മാർജവും ധൈര്യം കാണിക്കുന്ന എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഡോക്ടർ എം എ സിദ്ദിഖിനോട് എനിക്ക് വലിയ സ്നേഹാദരങ്ങളാണ് ഉള്ളത്. ഈ പുസ്തകത്തിൻ്റെ തലക്കെട്ട് മാത്രമല്ല, ഈ പുസ്തകത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നാൽ അതിന് പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള നിർഭയത്വം, ഇത്തരത്തിലുള്ള സാഹസങ്ങൾ, ഇത്തരത്തിലുള്ള ധീരതകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ആയി കാണാം. ഈ പുസ്തകത്തിൻ്റെ പേര് കേട്ട് ആ പേര് ഉൾക്കൊള്ളുന്ന കഥ വായിക്കുമ്പോൾ പർദ്ദയിട്ട പെൺകുട്ടിയെ ചുംബിക്കുന്ന വഴികളെക്കുറിച്ച് അത്യാകാംക്ഷയോടെ കടന്നു പോകാൻ ദയവായും ആരും പണിപ്പെടരുത്.
അങ്ങനെയൊരു അത്യാകാംക്ഷയോടെ ആ കഥ വായിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ നിരാശരാകും എന്ന് ഉറപ്പാണ്. മറിച്ച് സിദ്ദിഖ് കടന്നു വന്ന വഴികളും അദ്ദേഹത്തിൻ്റെ ജീവിത ചുറ്റുപാടും അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളും ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ചിന്താ നിലപാടുകളും ഒരു മറയുമില്ലാതെ, ഒരു മറച്ചുവയ്പ്പുമില്ലാതെ ഏറ്റവും തീക്ഷ്ണമായ രീതിയിൽ, ഏറ്റവും സുതാര്യമായ വിധത്തിൽ അവതരിപ്പിക്കുന്ന ഒരു കഥയാണ് അത്. അതാണ് അതിൻ്റെ ഈ കഥയുടെ ഈ സമാഹാരത്തിലെ തന്നെ മുഴുവൻ കഥകളും ഒരർത്ഥത്തിലല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ രാഷ്ട്രീയ കഥകളാണ്. പർദ്ദയിട്ടവളെ ചുംബിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്ന കഥയും ഒരർത്ഥത്തിലല്ല പല അർത്ഥത്തിലും രാഷ്ട്രീയ മനമുള്ള കഥകളാണ്. സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയത്തിലും നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളും ഒക്കെ തന്നെ കഥയുടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ച് എത്ര മെയ്വഴക്കത്തോടെ, എത്ര ഔപചാരികതകളും കാർക്കശ്യങ്ങളും എറിഞ്ഞുടച്ച് കളഞ്ഞ് വലിയ സ്വാഭാവികതയോടുകൂടി അവതരിപ്പിക്കാനാണ് ഇതിൽ ശ്രമിക്കുന്നത്. സിദ്ദിഖ് എന്നും താനൊരു ഇടതുപക്ഷക്കാരനാണ് എന്ന് ഏതു വേദിയിലും വെച്ച് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഈ കഥയിൽ ഇടതുപക്ഷത്തിലെ പല പ്രസ്ഥാനങ്ങളെയും വളരെ പ്രത്യക്ഷമായി തന്നെ അവതരിപ്പിക്കുന്നു. ഈ കഥയിലെ നായകൻ തന്നെ DYFIയുടെ വില്ലേജ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആണ്. ബ്രാഞ്ച് കമ്മിറ്റിയും ലോക്കൽ കമ്മിറ്റിയും NDFും RSSും പുരോഗമന കലാസാഹിത്യ സംഘവും ഉൾപ്പെടെ താൻ ബന്ധപ്പെടുന്ന ജനവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ആ സംഘടനകളുടെ പ്രസ്ഥാനങ്ങളെ ഈ കഥയുടെ കഥാഗാത്രത്തിന് ഒരു വിധത്തിലും തടസ്സപ്പെടുത്താത്ത വിധം അവതരിപ്പിക്കാൻ വലിയ ശ്രദ്ധ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒരുപാട് പ്രത്യേകതകൾ ഈ കഥകളുമായി ബന്ധപ്പെട്ടല്ല, ഈ സമാഹാരത്തിലെ കഥകളുമായി ബന്ധപ്പെട്ട് തന്നെ ഉണ്ട്. യാത്ര നന്നായി ഇഷ്ടപ്പെടുന്ന, നന്നായി ആസ്വദിക്കുന്ന ഒരാളാണ് സിദ്ദിഖ് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കഥ വായിച്ചു നോക്കിയാൽ ഈ കഥാസമാഹാരത്തിലെ മുഴുവൻ കഥകളിലും യാത്ര ഒരു സവിശേഷമായ സ്ഥാനം വഹിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. യാത്രാവിവരണം പോലെ, കമൻ്ററി പോലെയോ യാത്രയെ മാറ്റുന്നതായിട്ടുള്ളൊരു യാന്ത്രികത്വമല്ല യാത്ര ഈ കഥകളിൽ അവതരിപ്പിക്കുന്നത്. നാറ്റം എന്ന് പറഞ്ഞ വാക്ക് സിദ്ദിഖിൻ്റെ ആദ്യ സമാഹാരമായ അവൾ തുരുമ്പ് മുതൽ വായിച്ചിട്ടുള്ള ഒരാൾ എന്ന നിലയിൽ നാറ്റം എന്ന് പറയുന്ന പദം, അത് പച്ച മലയാളത്തിൽ പറഞ്ഞ തീട്ടം എന്ന വാക്ക് അദ്ദേഹത്തിൻ്റെ ആദ്യകാല കഥകളിൽ മുതൽ നാനാവിധമായ അർത്ഥത്തിലും പ്രതീകത്തിലും അതിശക്തമായ പ്രതിരോധവും പ്രതിഷേധവും തീർക്കാൻ അവതരിപ്പിക്കുന്നതായി കാണാൻ കഴിയും. ഈ സമാഹാരത്തിലെ തന്നെ ഒരു തീട്ടക്കുടിയാൻ എന്ന് പറയുന്ന ഒരു കഥാസമാഹാരമുണ്ട്. തോട്ടിയുടെ മകൻ്റെ പശ്ചാത്തലത്തിൽ അതുമായി അത്രയധികം ബന്ധമില്ലാത്ത ഒരു പുതിയ കഥ സൃഷ്ടിച്ചുകൊണ്ട് ഒരു സാമൂഹിക വിമർശനം ഏറ്റവും ശക്തമായും ഏറ്റവും സാധാരണ ജനങ്ങളുടെ ഹൃദയത്തിൽ പോലും വൈകാരികത ഉണ്ടാക്കുവാൻ വേണ്ടി അവരുടെ ചിന്താഗതികൾക്ക് മാറ്റമുണ്ടാക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കുവാനാണ് ആ കഥയിലൂടെ സിദ്ദിഖ് ശ്രമിക്കുന്നത്. ഈ നാറ്റം എന്ന് പറയുന്നത് ഈ തീട്ടക്കുടിയാൻ എന്ന് പറയുന്ന കഥയിൽ മാത്രമല്ല, അത് മറ്റു പല കഥകളിലും ഇത് വലിയ ശക്തമായി കാണാൻ കഴിയും. സുലൈമാൻ ഗണപതി പോലെയുള്ള കഥകളിലും ഈ നാറ്റത്തിൻ്റെ ദുർഗന്ധത്തിൻ്റെ തീഷ്ണത, നാഗരികവൽക്കരണവും പ്രവാസ പ്രണയവുമൊക്കെ തൻ്റെ കുടുംബകങ്ങളിൽ ഉണ്ടാക്കുന്ന ഈ നാറ്റം എന്ന് പറയുന്നത് ഒരു സാമൂഹികമായ മാനത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് സമൂഹം ഈ നാറ്റം വഹിക്കുന്ന ആളുകളെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് അവതരിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ നാറ്റത്തെ അല്ലെങ്കിൽ ഈ മനുഷ്യ വിസർജ്യത്തെ ഒക്കെ തന്നെ അത് ഉപജീവിക്കുന്ന മനുഷ്യരെയും അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകളും അത് സമൂഹത്തിൽ ചെലുത്തുന്ന സ്വാധീനങ്ങളും സാമൂഹികമായ വിമർശനതയാർന്ന വിധത്തിൽ കഥയുടെ സ്വരൂപത്തിന് ഒട്ടും അഭംഗി വരാത്ത വിധം ചേർത്ത് വെച്ച് അവതരിപ്പിക്കുവാനായി ഇദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ളതായി കാണാൻ കഴിയും.
ഒരുപക്ഷെ സിദ്ദിഖിൻ്റെ കഥകളോ സിദ്ദിഖിൻ്റെ പ്രഭാഷണങ്ങളോ ഈ സ്വകാര്യമായ സംഭാഷണങ്ങളോ പരിചയമില്ലാത്തവർക്ക് എന്തോ പന്തികേട് അനുഭവപ്പെടുന്ന ഒരു ഭാഷാ സമീപനം ഈ കഥകളിലെല്ലാം തന്നെ സിദ്ദിഖ് സ്വീകരിച്ചിരിക്കുന്നതായി കാണാം. സിദ്ദിഖ് പ്രഭാഷണങ്ങളിലൊക്കെ ഉദ്ധരിക്കുന്ന ഒരുപാട് ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. പലതും സാങ്കേതികത്വം മാറുന്ന പദങ്ങളാണ്. ദൈനംദിന സംഭാഷണത്തിൽ ഉപയോഗിക്കുന്ന പല ഇംഗ്ലീഷ് പദങ്ങളുമുണ്ട്. അവരുടെ അക്കാഡമിക് സൈദ്ധാന്തിക ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഇംഗ്ലീഷ് പദങ്ങളുണ്ട്. ഈ ഇംഗ്ലീഷ് പദങ്ങളെ ഒക്കെ തന്നെ കഥയുടെ ഊർജപ്രവാഹത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കഥയുടെ ആ ഒരു മെരിറ്റിന് ഒരു വിധത്തിലും തടസ്സമാകാത്ത വിധത്തിൽ തികഞ്ഞ സ്വാഭാവികമായി ഈ പദങ്ങളെ അനുപൂരകമാക്കി തീർത്തുകൊണ്ട് കഥയിൽ വിസ്മയം സൃഷ്ടിച്ചുകൊണ്ട് കഥയെ കൂടുതൽ ആളുകളുടെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന വിധത്തിൽ അവതരിപ്പിക്കാനുള്ള സാഹസികമായ ഒരു ശ്രമം സ്വാഭാവികതയോടെ ചെയ്ത് വിജയിപ്പിക്കുന്നു എന്നത് ഈ കഥയുടെ ഭാഷാപരമായ മറ്റൊരു സവിശേഷതയായി ഞാൻ കാണുന്നു. സമയബോധം ഇല്ലാതെ സംസാരിച്ചു പോയതിന് ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തും. എല്ലായ്പ്പോഴും ഡോക്ടർ എം എ സിദ്ദീഖിൻ്റെ വാക്കുകൾക്ക് കാതോർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനും. അതുകൊണ്ട് അധ്യക്ഷ പ്രസംഗമില്ല. മറുവാക്ക് ഡോക്ടർ എം എ സിദ്ദീഖിൻ്റെതാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ സംസാരിച്ചവരൊക്കെയും വളരെ സ്നേഹമസൃണമായ ഭാഷയിൽ എന്നെ അടയാളപ്പെടുത്തുകയും ഈ പുസ്തകത്തിന് സ്വാഗതം അരുളുകയും ചെയ്തു. രഹന മുതൽ ഷിനിലാലിലൂടെ, സതീഷ് സാറിലൂടെ, ഷിജുവിലൂടെ, ഇപ്പോഴെൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അധ്യാപകർ, സഹപാഠികൾ എല്ലാവരോടും ഒപ്പം ഈ കൃതിയുടെ പ്രകാശനത്തിന് മറുമൊഴി പറയുക എന്നതാണ് എൻ്റെ ഉത്തരവാദിത്വം. തീർച്ചയായും സതീഷ് സാറ് പറഞ്ഞതുപോലെ, ഷിനിലാൽ സൂചിപ്പിച്ചതുപോലെ, ഈ ടൈറ്റിലല്ല ഈ പുസ്തകം എന്നത് ഇത് വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പർദ്ദയിട്ടവളെ ചുംബിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന തലക്കെട്ട് തന്നെ പറയാൻ ഭയമുള്ള ഒരു കാലത്ത് അത് ഭയമില്ലാതെ നാം പറയേണ്ടി വരുന്നത് പല രൂപത്തിൽ നമ്മുടെ വിശ്വാസ സംഹിതകൾ ആക്രമിക്കപ്പെടുന്നതിനെതിരെയുള്ളൊരു പ്രതിരോധമായിട്ടാണ്. യാ അയ്യുഹന്നാസുത്തക്കു റബ്ബക്കുമുല്ലദീ ഖലക്കക്കും മിൻ നഫ്സൻ വാഹിദ എന്നത് ഖുർആനിലെ ഒരു സൂക്തമാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ വലിയ പണ്ഡിതന്മാരൊക്കെ ഇരിക്കുന്ന ഒരു സദസ്സാണിത്. ഒറ്റ നഫ്സിൽ നിന്ന് പടച്ചവൻ സൃഷ്ടിച്ച ആണിനെയും പെണ്ണിനെയും രണ്ടാക്കി തീർക്കുന്ന ഏത് അധികാര വ്യവസ്ഥയെയും വെല്ലുവിളിക്കുന്നതിനുള്ള ഇൻറ്റൻസിറ്റി ആ വിശ്വാസത്തിനുള്ളിലുണ്ടെങ്കിൽ അതിനെ കണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഒരു സെക്യുലർ സമൂഹത്തിൻ്റെ ബാധ്യതയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലെ മറ്റൊരു കഥ ഗണപതി സുലൈമാൻ ഗണപതി എന്നതാണ്. പേരുകൊണ്ട് ഒരുപക്ഷെ സംഘർഷഭരിതമായി തീർന്നേക്കാം. ഈ അടുത്ത കാലത്ത് ചിലർ പ്രസംഗിച്ചത് നാം കേട്ടു, ഗണപതി പ്ലാസ്റ്റിക് സർജറിയുടെ സന്താനമാണെന്ന്. ഈ പ്ലാസ്റ്റിക് സർജറിയുടെ സന്താനമാണെന്ന് പറഞ്ഞ ആളോട് ഒരു പ്രതിരോധവും ഇവിടെ രൂപപ്പെട്ടിട്ടില്ല. അത് കേട്ടിട്ട് ആർക്കും ഒരു രോഷവും ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഗണപതി പ്ലാസ്റ്റിക് സർജറി ആണെന്ന് പറഞ്ഞപ്പോൾ നൊന്ത ഒരു സെക്യുലർ സമൂഹം ഇവിടെ ഉണ്ട്. കാനനങ്ങളിൽ ഹരൻ കളറുമായി കരുണിയായി കാർന്നെടുങ്കണ്ണുമ വിളയാടി നടൻ്റെ ആനനം വടിവുറ്റാനവടിവായി അവതരിത്താദിയെ വിനായകൻ എന്ന് പഠിച്ച ഒരു സമൂഹം ഇവിടെയുണ്ട്. ഞങ്ങളുടെ ഗണപതി പ്ലാസ്റ്റിക് സർജറിയുടെ സന്താനമല്ല എന്ന് വിളിച്ചു പറയുന്ന ഒരു സെക്യുലർ ധാർഷ്ട്യം സുലൈമാൻ ഗണപതിയുടെ പ്രതിരോധമായി നിൽക്കും. നാം ഗണപതിയെ ചേർത്ത് പിടിക്കും. ഗണപതി സ്നേഹത്തിൻ്റെ അക്ഷരമാണെന്ന് പഠിക്കും. തീട്ടക്കുടിയാനെ പറ്റി അദ്ദേഹം പറഞ്ഞു. വാക്ക് ഒരുപക്ഷെ പ്രശ്നമുള്ളതാണ്. തീട്ടം, മലം എന്നാണ് പ്രതിരോധം. തോട്ടിയുടെ മകൻ 968 ആലപ്പുഴയിൽ തോട്ടിപ്പണി നിരോധിക്കുന്നതിന് കാരണമായി തീർന്ന കൃതിയാണെങ്കിൽ മറ്റൊരു രൂപത്തിൽ പല മലങ്ങൾ, അത് കാർബൺ ഡൈ ഓക്സൈഡ് ആവാം, അത് മീഥൈൻ ആവാം, അത് ജലത്തെ മലിനപ്പെടുത്തുന്നതാവാം, നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് ഒഴുകി വരുന്ന അന്തരീക്ഷ മാലിന്യമാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുതലാളിത്ത സ്ഥാപനത്തിൽ നിന്ന് എൻ്റെ കിണറ്റിലേക്ക് ഒഴുകി വരുന്ന വിസർജ്യമാകാം. അതെന്നെ കുടിയാനാക്കി തീർക്കുന്ന പുതിയ കൺസ്യൂമറിസത്തിൻ്റെ കാലത്ത് ഒരു റിവോൾട്ട്, ഒരു പ്രതിരോധം രൂപപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സംഹിത ഈ കഥയിൽ ഒരു പ്രമേയമായി നിൽക്കും. ആ അർത്ഥത്തിൽ ഇതിലെ ഓരോ കഥകളും എൻ്റെ ജീവിതവുമായും എൻ്റെ രാഷ്ട്രീയ ജീവിതവുമായും
എൻ്റെ പ്രത്യയശാസ്ത്ര അനുഭവവുമായും ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നത് വളരെ അഭിമാനത്തോടെ തന്നെ ഞാൻ പറയുകയാണ്. തീർച്ചയായും നമുക്ക് സമയം വളരെ കുറവാണ്. ഇനിയും ഏതെങ്കിലും ഒരു ചർച്ചയിൽ വെച്ച് ഇതേപ്പറ്റി വിശദമായി പറയാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഒറ്റ കാര്യം കൂടി പറയട്ടെ. ഒരുപക്ഷെ പ്രഭാഷകൻ എന്നുള്ള നിലയിലെ മേൽവിലാസത്തിനിടയിൽ ഞാൻ ഏറ്റവും ഒടുവിലേക്ക് മാറ്റിവെക്കുന്ന ഞാനാണ് എൻ്റെ കഥകൾ. നമ്മളോടൊപ്പം കഥകൾ എഴുതി എനിക്കെന്നും കൂട്ടായി നിൽക്കുന്ന വീണ ഇവിടെ ഉണ്ട്. ജേക്കബും വീണയും ചേർന്ന ഒരു കൂട്ട് എനിക്കെന്നും കരുത്താണ്. ഞങ്ങൾ ഒരുമിച്ച് 3 പേരും കഥകൾ എഴുതി തിരുവനന്തപുരത്ത് കൂടി നടന്ന ദിനങ്ങൾ വീണയ്ക്ക് ഒരുപക്ഷെ വിസ്തൃതമായി പറയാൻ പറ്റും. ഞാൻ കഥയെ ഏറ്റവും ഒടുവിലേക്ക് മാറ്റിവെക്കുന്നു. പക്ഷേ ഈ കഥ എന്നെ ഏറ്റവും മുന്നിലേക്ക് ചേർത്ത് നിർത്തുന്നതിൻ്റെ പ്രകാശന കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും, ലാൽസലാമേട്ടൻ ഈ വേദിയിലില്ല, എല്ലാവർക്കും മൈത്രി ബുക്സിൻ്റെ പേരിലും എൻ്റെ പേരിലും ഇവിടെ എത്തിച്ചേർന്ന എൻ്റെ സുഹൃത്തുക്കളുടെ പേരിലും മലയാള ഭാഷയുടെ പേരിലും കേരളീയത്തിൻ്റെ പേരിലും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം.